സ്പിരിച്വാലിറ്റിയും റിലീജനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മതം ഒരു വിശ്വാസമാണ്. ആത്മീയത എന്ന് പറയുന്നത് അനുഭവമാണ്. ഒരിക്കലും റിലീജിയനെയും സ്പിരിച്വാലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. രണ്ടും രണ്ടാണ്, വ്യത്യസ്തമാണ്. നമ്മൾ ഓരോരുത്തരും വളർന്ന സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൽ പെട്ടവരാവും. ഹിന്ദു ആവും, ക്രിസ്ത്യനാവും, മുസ്ലിം ആവും. പല വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് നമ്മൾ കടന്നു വരുന്നത്, റിച്വൽസിലാണെങ്കിൽ പോലും. എന്നാൽ സ്പിരിച്വാലിറ്റി ഇതിലെല്ലാം നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. ആധ്യാത്മികതയുടെ അടിസ്ഥാനം പോലും തുടങ്ങുന്നത് ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ്: നിങ്ങൾ ആരാണെന്നുള്ള. നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ അറിയാം. ചിലവർ ചോദിക്കും, ഗുരുജി എനിക്ക് ജീവിതത്തിന്റെ ഈ കാര്യങ്ങളുണ്ട് ചെയ്യാൻ, ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എല്ലാം ഉണ്ട്. ശരിയാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതെല്ലാം നല്ലതാണ്. എന്നാൽ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ജനിക്കുന്നു, നമ്മൾ മരിക്കുന്നു. നമ്മൾ ഇനിയിപ്പോൾ എത്ര വലിയ കാര്യം ചെയ്യാനാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ. നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ചിലപ്പം വിട്ടുപോയേക്കാം. അതൊരു ആക്സിഡന്റ് ഉണ്ടാവാം, അറ്റാക്ക് ഉണ്ടാവാം, രോഗം കൊണ്ടാവാം. എന്തുകൊണ്ടും നമ്മൾ എന്തായാലും ഈ ശരീരം വിട്ടുപോകും. ഇന്ന് ഈ ഭൂമിയിൽ 1000 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ആരുമില്ല. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. എല്ലാവരും വരുന്നു പോകുന്നുമുണ്ട്. അപ്പം ലൈഫാണിത്. ജീവൻ എടുത്തത്, നമ്മൾ ജീവൻ എടുക്കുന്നു, നമ്മൾ മരിക്കുന്നു. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം? ലൈഫിന് എന്താണ് അർത്ഥം? മനസ്സിന് പല അർത്ഥങ്ങളും കണ്ടെത്താൻ പറ്റും. കല്യാണം കഴിക്കണം, കുട്ടി ഉണ്ടാക്കണം, വീട് വെക്കണം, ജോലി വാങ്ങണം, ആൾക്കാരുടെ മുന്നിൽ പലതും കാണിക്കണം. ഇത് ഉണ്ടാവുന്ന നമ്മളിൽ നിന്നാണോ, അതോ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു അഹന്തയിൽ നിന്നാണോ, നമ്മുടെ ഈഗോയിൽ നിന്നാണോ? ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ സോള്, നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്നുള്ള അർത്ഥത്തെ ഉള്ളൊരൊറ്റ ചോദ്യത്തിലാണ് സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്പിരിച്വാലിറ്റിയുടെ ലക്ഷ്യം തന്നെ ഒരു ഈശ്വരനെ കാണിച്ചു നൽകുക എന്നുള്ളതല്ല. നിങ്ങൾ തന്നാണ് ഈശ്വരൻ എന്നുള്ളത് പ്രൂഫായിട്ട് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുകയാണ്. മനസ്സ് അസ്തമിക്കുമ്പോൾ കോൺഷ്യസ്നെസ് തന്നെ തെളിഞ്ഞു വരും. ആ കോൺഷ്യസ്നെസ് ആണെന്നാണ് പറയുന്നത് ബോധം. ഈശ്വരൻ എന്നുള്ള അർത്ഥം പോലും ഭാരതത്തിൽ ഉണ്ടാകുന്നത് അറിവ് എന്നാണ്, അല്ലെങ്കിൽ ബോധം എന്നാണ്. സ്പിരിച്വാലിറ്റി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്പിരിച്വാലിറ്റി അതുകൊണ്ടാണ്. അപ്പം ചിലവരെന്നോട്, ഗുരുജി നിങ്ങൾ ചന്ദനക്കുറി തുടങ്ങുന്നു, നിങ്ങൾ കുങ്കുമം തുടങ്ങും, അപ്പം നിങ്ങൾ ഹിന്ദു മതത്തിനെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത്? അല്ല. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല. ഹിന്ദു എന്ന് പറയുന്നത് കണ്ടെത്തുവാനായുള്ള ഒരു മാർഗമാണ്. സനാതനധർമ്മം ഒരു റിലീജിയൻ ബേസ്, ഇതൊരു വിശ്വാസമല്ല ഒരിക്കലും. ഇതൊരു പ്രാക്ടീസാണ്. ഒരു പ്രാക്ടീസോട് നമ്മൾ തന്ത്ര പ്രാക്ടീസ് ചെയ്യും. നമ്മൾ നോക്കിയാൽ, ഞാനൊക്കെ ജനിച്ച കൾച്ചറിൽ ഞാൻ വേദോപനിഷത്ത് പറയുന്നതിന് മുമ്പ് താന്ത്രിക ശാസ്ത്രമാണ് അറിഞ്ഞത്. ക്ഷേത്രം, കുലദേവതാരാധന, നാഗാരാധന, ഇതൊക്കെ ഒരു താന്ത്രികമാണ്. ഒരു താന്ത്രികം എന്തിനാണ്? താന്ത്രിക യോഗയിലൂടെ നമ്മൾ റിയലൈസേഷനിലേക്കാണ് പോകുന്നത്. അതിനെ ഉപയോഗിക്കാൻ നാം പാകപ്പെട്ടു വരുമ്പോൾ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് റിലീജിയനും സ്പിരിച്വാലിറ്റിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ സ്വയമേ അറിയുന്നതും, അതേസമയം മതം അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൽ നമ്മൾ ഒതുങ്ങിപ്പോവുകയും ആ വിശ്വാസത്തിൽ നമ്മളെ, അതും നല്ലതാണെന്ന് ഞാൻ പറയും. എന്നുവെച്ചാൽ മതഭ്രാന്തന്മാരും മതവിഡ്ഢികളും പറയുന്നത് കേട്ട് നമുക്ക് ദഹിക്കാതെ വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെ ചോദ്യം ചെയ്യണം. നമ്മളെവിടെയും ഒതുങ്ങി നിൽക്കരുത്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഇതുണ്ടെങ്കിൽ, ഈശ്വരൻ എന്തേ ചോദിക്കണം. ഈശ്വരൻ എന്തുകൊണ്ട് വരുന്നില്ല? എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകണം. വെറുതെ ഉണ്ടായത് ഉള്ളിൽ നിന്ന് തീവ്രമായി ഉണ്ടാവണം. ഒരു ചോദ്യത്തിന് വേറൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ ആ ഉത്തരത്തിൽ നിന്ന് വേറൊരു ചോദ്യം ഉണ്ടാവും. അങ്ങനെ ചോദ്യങ്ങളുടെ പുറത്ത് ചോദ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു അർത്ഥവുമില്ല, ഈ ഉത്തരങ്ങൾക്കൊന്നും ഒരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തന്നാണ് ഇതിനെ അനുഭവിച്ചറിയുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 6ാം ഒരു ഇന്ദ്രിയമുണ്ട്. അത് തുറക്കുമ്പോൾ ആ കോൺഷ്യസ്നെസ്സും തന്നെ തെളിഞ്ഞു വരും. മതം നല്ലതാണ്, മതം കേട്ട് ഭ്രാന്താവണം, മതം കേട്ട് ഒന്നും അങ്ങനത്തെ കുറച്ചുകൂടി റിഫൈനായി വരുന്ന സോളുകൾക്ക് പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും സാധിക്കണമെന്നില്ല. എല്ലാം ഒന്നാണെങ്കിലും വ്യത്യസ്തമായുള്ള രീതികളാണ്. നമ്മൾ ഇപ്പൊ കേരളത്തില് മഴയുടെ കാലാവസ്ഥയാണ്.
മഴ പെയ്യുന്ന സമയമാണ്. എന്നാൽ കർണാടകയിൽ വ്യത്യസ്തമാണ്. കർണാടകയിൽ ദീപാവലി കഴിഞ്ഞാണ് മഴ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മഴയെല്ലാം ഒന്നാണ്. പക്ഷെ ഓരോത്തിനും ഓരോത്തിന്റെ ഓർമ്മയുണ്ട്. പ്രകൃതിക്ക് അതിന്റെ ഓർമ്മയുണ്ട്. പ്രകൃതി ചുമക്കുന്ന ചില കർമ്മങ്ങളും നമ്മളിലുണ്ട്. അതോർത്ത് നമ്മളിൽ പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തിൽ നമ്മുടെ ശുദ്ധതയ്ക്കും നമ്മുടെ മനോതലത്തിനും കരുണയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. അതെല്ലാം കൊണ്ട് ഒരു വ്യക്തിക്ക് സ്പിരിച്വാലിറ്റി തുറന്നിക്കപ്പെടുള്ളൂ. അല്ലാത്തവരെല്ലാം മതഭ്രാന്തന്മാരായി നടക്കുകയും ചെയ്യും. ആധ്യാത്മികത ഒരു മതമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. മതം വേറൊന്നും, ആധ്യാത്മികത വളരെ വ്യത്യസ്തവുമാണ്. നമസ്കാരം.